നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഖി എല്ലാ തെറ്റുകളും രാജീവനോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് നമുക്കിനി സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് സഹിക്കാനാവാതെ ജയ വന്നിട്ട് രാഖിയും രാജീവനെയും തമ്മിൽ പിരിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ഇവളുടെ ഊടായിപ്പാണ് ഇതെല്ലാമെന്നും ഇവൾ ഭയങ്കര നാട്യക്കാരിയാണെന്നും അതുകൊണ്ടാണ് നീ അവൾ വീണ്ടും മയങ്ങിയിരിക്കുന്നതെന്നും ഇതെല്ലാം നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉദ്ദേശം അറിഞ്ഞിട്ട് ഞാനിവിടുന്ന് പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഖിക്ക് നേരെ ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ പറയും, ചേച്ചി ഇങ്ങോട്ട് വാ, ചേച്ചി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. രാഖിക്ക് ഒരു അവസരം കൂടെ കൊടുത്തൂടെ? ചിലപ്പോൾ അവൾക്ക് മാനസാന്തരം വന്നതാണെങ്കിലോ. അവൾക്കൊരു മാനസാന്തരം വരാനായിട്ട് പോകുന്നില്ല രാജീവ. ഇത് നിന്നെ പറ്റിക്കാൻ വേണ്ടി അവൾ ചെയ്യുന്നതാണ്. നിനക്ക് എത്ര കിട്ടിയാലും നീ എന്താ പഠിക്കാത്തത്? നീ ഇത്ര മണ്ടനായി പോയെന്ന് നോക്കുമ്പോഴത്തേക്കും ഡിവോഴ്സിന് ഇനിയും സമയമുണ്ടല്ലോ ചേച്ചി. അതുവരെ ഒന്ന് നോക്കാമല്ലോ രാഖിയുടെ ഉദ്ദേശം എന്താണെന്ന്. എന്തായാലും കുട്ടികൾ ഞങ്ങളിപ്പോൾ സന്തോഷത്തിലാണ്. ആ സന്തോഷം തള്ളിക്കെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്നും ഞാൻ രാഖിക്കൊപ്പം തന്നെ ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ എന്നും ചേച്ചി ഇപ്പോൾ വന്ന് വെറുതെ വഴക്കുണ്ടാക്കേണ്ടെന്നും അവളെ കരയിക്കേണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ ഞാനാണോട് അധികപ്പെട്ട് എന്തായാലും ഞാൻ ഇനി അധികം ഇവിടെ നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ നിൻ്റെ കാര്യത്തിൽ ഒന്നിനും ഞാൻ ഇടപെടാൻ പോകുന്നില്ല. നീ രാഖിയും തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ഞാൻ ഇടപെടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചങ്ങ് പോവുകട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി രാജീവനോടും അതുപോലെ ജയോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, രാജീവേട്ട ഞാനിപ്പോൾ നല്ല മനസ്സോടു കൂടി തന്നെയാണ് മാറിയിരിക്കുന്നതും എനിക്ക് എൻ്റെ ആത്മാർത്ഥത തെളിയിക്കാനായിട്ട് ഒരു അവസരം തരണമെന്ന് താന്ന് വീണ് കേണ് രാജീവനോട് അപേക്ഷിക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങളിവിടെ എന്താന്ന് വെച്ചാൽ ആയിക്കോ, ഇവളെ വിശ്വസിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജയ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കുട്ടികളും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാജീവൻ രാഖിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. രാഖി വിഷമിക്കേണ്ട, കരയേണ്ടെന്നും നിന്നെ എനിക്ക് വിശ്വാസമാണെന്നും നിനക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്നും തന്നെയാണ് ഞാൻ കരുതുന്നതെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെയും കുട്ടികളെയും പിരിയാനായിട്ട് ഞാനിപ്പോൾ തയ്യാറല്ല എന്നും രാഖിയെ സമാധാനിപ്പിച്ചുകൊണ്ട് രാജീവൻ പറയട്ടോ ചെയ്യുന്നു. ഇവിടെ രാഖിയും രാജീവനും ഒന്നിച്ച വാർത്ത രാജേന്ദ്രൻ അറിയുന്ന നിമിഷം പാഞ്ഞെത്തുക കേട്ടോ ചെയ്യുന്നു. രാജേന്ദ്രൻ അത് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. രാജേന്ദ്രൻ വന്നിട്ട് രാഖിയോട് പൊട്ടിത്തെറിക്കുകയാണ്, നീ ഇവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? നീയും അവനും ഒന്നിക്കാൻ പാടില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും വഴി വേറെയാണ്. നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകേണ്ടതാണ് എന്നൊക്കെ പറയട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും രാജീവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ രാജീവൻ പറയുന്നുണ്ട്, രാജേന്ദ്രൻ പിള്ളേ ഒന്നിങ്ങോട്ട് നോക്കിക്കേ എന്ന് പറയട്ടോ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ ഞങ്ങൾ തല്ലിപ്പിരിഞ്ഞ് പോകാനായിട്ട് പോകുന്നില്ല. ഇനി നിങ്ങളുടെ ഒരടവും ഇവിടെ നടക്കത്തില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാഖി അപ്പോൾ കാണുന്നുണ്ട് കേട്ടോ രാജീവൻ അതും പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ രാജേന്ദ്രൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുക കേട്ടോ ചെയ്യുന്നത്. അതെ, നിങ്ങൾക്ക് കുടുംബ ബന്ധത്തിൻ്റെ വില എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം താമസിക്കുക, എന്നിട്ട് ഞങ്ങളുടെ സ്നേഹം കൺകുളിർക്കെ കാണ്, എന്നിട്ടത് കണ്ട് മനസ്സിലാക്കുക എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് രാജീവൻ അവിടെ കസേരയിലിരിക്കുന്നു, രാജേന്ദ്രൻ അവിടെ നിൽക്കുന്നു. രാജീവനാണെങ്കിൽ രാജേന്ദ്രനെ ആക്കിക്കൊണ്ട് ചിരിക്കുന്നു. ഇത്രയും നാൾ നിങ്ങൾ കളിച്ചു, ഇനി ഞാനാണ് കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ രാജേന്ദ്രൻ പിള്ളേ. ഇനി എന്താ സംഭവിക്കാതെ നമുക്ക് കാണാമെന്ന് പറയുന്നു. അപ്പോൾ രാജേന്ദ്രൻ പറയാട്ടോ ചെയ്യുന്നത്, എൻ്റെ പെങ്ങളുടെ ഒപ്പം ഞാൻ നിന്നെ ജീവിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണെന്നും നിങ്ങളുടെ പെങ്ങളൊപ്പം തന്നെ ഞാൻ ജീവിക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് രാജീവൻ്റെ ഒരു ഇരിപ്പുണ്ട് കേട്ടോ. അത് കാണേണ്ട ഇരിപ്പ് തന്നെയാണ്. എന്തായാലും ഇനി തിരിച്ചടികളുടെ സമയമാണ്. രാജീവൻ്റെ മുഖത്ത് ആ പക, ആ ഒരു രാജേന്ദ്രനോടുള്ള വൈരാഗ്യമൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. രാഖി നല്ലത് തന്നെ രാജേന്ദ്രനോട് പറയും, ഇനി കൊച്ചേട്ടൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഞാനും രാജീവേട്ടൻ ഇനി പിരിയാൻ പോകുന്നില്ല എന്നും ഞാൻ രാജീവേട്ടനോട് എല്ലാ തെറ്റുകളും ക്ഷമിച്ചു, എൻ്റെയും എല്ലാ തെറ്റുകൾ രാജീവേട്ടൻ ക്ഷമിച്ചു. രാജീവേട്ടൻ അല്ലെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാനാണ് തെറ്റുകൾ ചെയ്തത്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വിലങ്ങുതടിയായിട്ട് കൊച്ചേട്ടൻ വരരുതെന്നും പറയുക കേട്ടോ ചെയ്യുന്നത് രാഖി. ഇത് കേൾക്കുന്ന രാജേന്ദ്രൻ ഞെട്ട് കേട്ടോ ചെയ്യും. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൊച്ചേട്ടൻ നിന്റെ നന്മ മാത്രമല്ലേ കരുതിയിട്ടുള്ളൂ, എന്ത് കരുതിയാലും കൊള്ളാം. രാജീവേട്ടനെ പിരിഞ്ഞുകൊണ്ട് ഒരു നന്മയും എനിക്ക് വേണ്ട എന്ന് രാജേന്ദ്രൻ്റെ മുഖത്തടിച്ച് തന്നെ രാഖി പറയുക കേട്ടോ ചെയ്യുന്നത്.